ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 11-ാം അധ്യായം. മൈത്രേയ ഉവാച. നിശമ്യഗദാമേവ ഋഷീണാം ധനുഷി ധ്രുവഃ സന്തതേസ്ത്രമുപസ്പൃശ്യ എന്നാരായണ നിർമ്മിതം. മൈത്രേയർ പറഞ്ഞു, ഇപ്രകാരം ഋഷികൾ പറയുന്നതിനെ കേട്ടിട്ട് ധ്രുവൻ ജലമെടുത്ത് മുഖപാദ്യാദ്യ അവയവങ്ങളെ ശുദ്ധി ചെയ്തിട്ട് നാരായണ മന്ത്രം ജപിച്ച് അസ്ത്രം തൊടുത്തു. സന്ദീയമാന ഏതസ്മിൻ മായാ ഗുഹ്യക നിർമ്മിതാഃ ക്ഷിപ്രം വിനേശുർവിതുര ക്ലേശാജ്ഞാനോദയേ യഥാ. അല്ലയോ വിതുര, നാരായണാസ്ത്രത്തെ തൊടുത്തപ്പോൾ ഗന്ധർവന്മാരുടെ മായയിൽ നിന്നുണ്ടായ മേഘങ്ങളും സമുദ്രങ്ങളുമെല്ലാം പരമാർത്ഥ ജ്ഞാനോദയത്തിൽ അവിദ്യാദികളായ പഞ്ചക്ലേശങ്ങളെന്ന പോലെ ക്ഷിപ്രം നശിച്ചു. തസ്യാർഷാസ്ത്രം ധനുഷി പ്രയുഞ്ജതഃ സുവർണപുങ്ക കളഹംസവാസസഃ വിനിസൃത അവിവിശുർദ്യുഷദ്ബലം യഥാവനം ഭീമരവാശിഖണ്ഡിനഃ. നാരായണ ഋഷിയാൽ നിർമ്മിക്കപ്പെട്ട ആ അസ്ത്രത്തെ ധ്രുവൻ വില്ലിൽ സന്ധിച്ചപ്പോൾ സ്വർണ്ണപ്പിടികളോടും ഹംസങ്ങളുടെ തൂവലകളോടും കൂടിയ ശരങ്ങൾ അതിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചത്തിൽ കേകാരവം പുറപ്പെടുവിച്ചുകൊണ്ട് മയിലുകൾ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത് പോലെ ശത്രുസൈന്യങ്ങളുടെ നേർക്ക് പാഞ്ഞു തുടങ്ങി. തൈസ്തിഗ്മധാരൈ പ്രദനേ ശിലീമുഖൈരിതസ്തത പുണ്യജന ഉപദ്രുതാഃ തമഭ്യധാവൻ കുപിതാ ഉദായുധാഃ സുവർണമുന്നദ്ദഫണ ഇവാഹയഃ. അസഹ്യം മൂർച്ചയോടുകൂടിയ ആ ശരങ്ങളേറ്റിട്ട് യുദ്ധസ്ഥലത്തിൽ നിന്ന് നാലുപാടും ഓടിപ്പോയ ഗുഹ്യകന്മാർ പിന്നെയും ഒന്നിച്ചു ചേർന്ന് ആയുധങ്ങളെയും ഉയർത്തിപ്പിടിച്ച് കോപത്തോടുകൂടെ പടങ്ങളെ ഉയർത്തിപ്പിടിച്ച സർപ്പങ്ങൾ ഗരുഡൻ്റെ നേർക്ക് പായുന്ന പോലെ അവൻ്റെ നേർക്ക് പാഞ്ഞു വന്നു. സതാൻ പൃഷക്തൈരഭിതാവിദോ മൃദേ നിഗൃത്തബാഹൂരു ശിരോധരോധരാൻ നിനായ ലോകം പരമർക്കമണ്ഡലം വ്രജന്തി നിർഭിദ്യ യമൂർധ്വരേധസഃ. യുദ്ധത്തിൽ നേരിട്ട് പാഞ്ഞു വരുന്ന അവരുടെ കൈകൾ, തുടകൾ, കണ്ടങ്ങൾ, ഉദരങ്ങൾ എന്നീ ഭാഗങ്ങളെ ബാണങ്ങൾ കൊണ്ട് മുറിച്ചിട്ട് യോഗികൾ യോഗബലത്താൽ സൂര്യമണ്ഡലത്തെയും അതിക്രമിച്ചു ചെല്ലുന്ന ആ പരമോത്കൃഷ്ട സ്ഥാനത്തെ പ്രാപിപ്പിച്ചു. താൻ ഹനന്യമാനാനഭിവീക്ഷ്യ ഗുഹ്യകാനനാഗ സച്ചിത്രരഥേന ഭൂയസ ഔത്താനപാദീം കൃപയാ പിതാമഹോ മനുർജഗാദോപഗതഃ സഹർഷിഭിഃ. അതിശയിക്കത്തക്ക തേരും അധിക ബലവുമുള്ള അവൻ നിരപരാധികളായ യക്ഷന്മാരെ കൊല്ലുന്നത് കണ്ടിട്ട് കാരുണികനും പിതാമഹനുമായ മനു ഋഷികളോടുകൂടെ അവിടെ വന്ന് ഉത്താനപാദ പുത്രനോട് പറഞ്ഞു. മനുരുവാച. അലം വത്സാതിരോഷേണ തമോദ്വാരേണ പാപ്മന ഏന പുണ്യജനാനേതാനവധീസ്ത്വമനാഗസഃ. മനു പറഞ്ഞു, ഹേ വത്സ, നിരപരാധികളായ ഈ യക്ഷന്മാരെ വധിപ്പാൻ കാരണമായിരിക്കുന്ന നിന്റെ ക്രോധം പാപിയും നിന്നെ നരകത്തിൽ പതിപ്പിക്കുന്നതിന് സമർത്ഥവുമായിരിക്കുന്നതാകയാൽ ആ കോപത്തെ വിട്ടുകളയുക. ഇത്രത്തോളം സംഹരിച്ചതു മതി. നാസ്മത് കുലോചിതം താതാ കർമ്മൈതത് സദ്വിഗർഹിതം വദോ യതുപദേവാനാം ആരബ്ധസ്തേ കൃതൈനസാം. ഹേ വത്സ, നിരപരാധികളായ ഗുഹ്യകന്മാരെ വധിക്കാനായി നീ ആരംഭിച്ചിരിക്കുന്ന ഈ കർമ്മം സജ്ജനങ്ങൾക്ക് വെറുപ്പ് ജനിപ്പിക്കുന്നതാകയാൽ ശാസ്ത്രമാർഗം ആദരിച്ചു നടക്കുന്ന നമ്മുടെ കുലത്തിന് യോഗ്യമല്ല. നന്യേകസ്യ പരാദേന പ്രസംഗാത് ബഹവോ ഹതാഃ ഭ്രാതുർവദാഭിതപ്തേന ത്വയ്യാംഗഭ്രാതൃവത്സലഃ. ഹേ ബാലകനായ ഭ്രാതൃവത്സല, നിന്റെ ഭ്രാതൃമരണത്തിന് കാരണഭൂതൻ ഏകനാണെന്നതിൽ സംശയമില്ലല്ലോ. ആ കാരണത്താൽ നിന്നാൽ അനേകം പേർ ഹനിക്കപ്പെട്ടിരിക്കുന്നു. ഒരുവൻ്റെ അപരാധത്തിന് അവനെ ശിക്ഷിക്കുന്നതല്ലാതെ അനേകം ജനങ്ങളെ ശിക്ഷിക്കുന്നത് നിന്റെ പാപം വർദ്ധിക്കുവാൻ മാത്രമേ കാരണമായി വരികയുള്ളൂ എന്ന് നീ ധരിക്കണം. ന്യായം മാർഗോ ഹി സാധൂനാം ഋഷികേശാനുവർത്തിനാം യഥാത്മാനം പരാഗൃഹ്യ പശുവദ്ഭൂതവൈശസം. നിന്നാൽ വധിക്കപ്പെട്ടവർ നിരപരാധികളായതുകൊണ്ട് ഈ പ്രവൃത്തി സമുചിതമല്ലെന്ന്
മുൻ വിവരിച്ച വിധത്തിൽ സാധിച്ചു. അഥവാ അപരാധികളാണെങ്കിൽ കൂടെ പ്രതിക്രിയാ സംരംഭം സമുചിതമല്ലെന്ന് സാധിപ്പാൻ ന്യായൻ പറയുകയാണ്. ഭിന്ന ഭിന്നങ്ങളായി ബാഹ്യത്തിൽ കാണപ്പെടുന്ന ശരീരങ്ങളിൽ ആത്മാവെന്നുള്ള ഭാവം നിമിത്തം പ്രാണികളെ ഹിംസിക്കുന്നത് ഈശ്വരപ്രഭാവത്തെ അറിയുന്ന സാധുക്കളുടെ സമ്പ്രദായമല്ല. എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളെ അതാതു വ്യാപാരങ്ങളിൽ പ്രേരിപ്പിക്കുന്ന സർവാന്തര്യാമിയുടെ അധീനത്തിലിരിക്കുന്ന പ്രാണിവർഗം സ്വതന്ത്രമല്ല, പരതന്ത്രമാകുന്നു. സ്വകർമ്മബലത്തെ ഏവരും അനുഭവിക്കുന്നു. അതിനു കാരണം അന്യനാണെന്നുള്ള വിചാരം അജ്ഞതയുടെ ലക്ഷണമാകുന്നു. അതിനാൽ ഇവർ അപരാധമുള്ളവരാണെങ്കിൽ കൂടെ അവരിൽ ക്ഷമ തന്നെ സാധുക്കൾക്കുചിതമാർഗം. ഭഗവാനെ അനുസരിച്ചു നടക്കുന്ന സാധുക്കളുടെ മര്യാദയെ നീ ഒരിക്കലും തെറ്റരുത്. സർവഭൂതാത്മഭാവേന ഭൂതാവാസം ഹരിം ഭവാൻ ആരാധ്യാപദുരാരാധ്യം വിഷ്ണോസ്തത്പരമം പദം. സർവഭൂതങ്ങളിലും ആത്മസ്വരൂപനായി വസിക്കുന്ന ശ്രീഹരിയെ ആ നിലയിൽ കണ്ട് പൂജിപ്പാൻ എല്ലാവർക്കും സാധിക്കുകയില്ല. നീയാകട്ടെ ബാല്യത്തിൽ തന്നെ ഭഗവാനെ സർവഭൂതാത്മാവായിട്ട് കാണുകയും അതുനിമിത്തം വിഷ്ണുവിൻ്റെ സർവോത്കൃഷ്ടമായ ആ സ്ഥാനത്തെ പ്രാപിക്കുകയും ചെയ്തു. സത്വം ഹരേരനുദ്യാതസ്തത്പുംസാമഭിസമ്മതഃ കഥം ത്വവദ്യം കൃതവാൻ അനുശിക്ഷൻ സദാം വ്രതം. ശ്രീഹരി നിന്നെ സ്വകീയനായിട്ട് ഹൃദയത്തിൽ കരുതിയിരിക്കുന്നു. അതുനിമിത്തം ശ്രീഹരി ഭക്തന്മാർക്കും നീ സമ്മതനായിരിക്കുന്നു. ശ്രീനാരദനിൽ നിന്ന് സൽസമ്പ്രദായത്തെ നീ പഠിച്ചുമിരിക്കെ പ്രാണിഹിംസാരൂപമായ ദോഷകർമ്മം എങ്ങനെ ചെയ്തു? തിദിക്ഷയാ കരുണയാ മൈത്ര്യാ ചാഖില ജന്തുഷു സമത്വേന ച സർവാത്മാ ഭഗവാൻ സംപ്രസീദതി. മഹാജനങ്ങളിൽ ക്ഷമാസ്വഭാവം, താണവരിൽ കാരുണ്യം, സമന്മാരിൽ മിത്രഭാവം, തിര്യക്യാദി സകല പ്രാണിവർഗങ്ങളിലും സമഭാവം എന്നീ വ്രതം കൊണ്ട് മാത്രമേ സർവാത്മാവായ ഭഗവാൻ പ്രസാദിക്കുകയുള്ളൂ എന്നല്ലേ ഭഗവാൻ നാരദൻ ഉപദേശിച്ചത്. അപ്പോൾ ചിലരെ സമ്മാനിക്കുകയും ചിലരെ അപമാനിക്കുകയും ചെയ്യുന്നതായാൽ നിന്നിൽ ഭഗവത് പ്രസാദം നിലനിൽക്കുന്നത് എങ്ങനെയെന്ന് നീ ആലോചിക്കണം. സംപ്രസന്നേ ഭഗവതി പുരുഷപ്രാകൃതൈർഗുണൈഃ വിമുക്തോ ജീവനിർമുക്തോ ബ്രഹ്മനിർവാണമൃച്ഛതി. സർവൈശ്വര്യ സ്വരൂപനായ ഭഗവാൻ പ്രസാദിച്ചാൽ പുരുഷൻ രജസ്, സത്വം, തമസ് എന്ന പ്രകൃതി ഗുണങ്ങളുടെ ബന്ധത്തിൽ നിന്നും തൽകാര്യമായിരിക്കുന്ന ലിംഗശരീരത്തിൽ നിന്നും മുക്തനായിട്ട് സംസാരാതീതമായിരിക്കുന്ന ആനന്ദസ്വരൂപമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ഭൂതൈ പഞ്ചഭിരാരബ്ധൈരോഷിത് പുരുഷ ഏവ ഹി തയോർവ്യവായാത് സംഭൂതി യോഷിത് പുരുഷയോരിഹ. പൃഥ്വിയാദി പഞ്ചമഹാഭൂതങ്ങളുടെ പരിണാമത്തിൽ നിന്ന് സ്ത്രീ പുരുഷ ശരീരങ്ങൾ ഉണ്ടാകുന്നു. ഈ ലോകത്തിൽ അവരുടെ അന്യോന്യ സംയോഗത്താൽ അവരിൽ നിന്ന് തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാകുന്നു. ഏവം പ്രവർത്തതേ സർഗഃ സ്ഥിതി സംയമയേവ ച ഗുണവ്യതികരാദ്രാജൻ മായയാ പരമാത്മനഃ. ഹേ രാജാവേ, ഇപ്രകാരം പരമാത്മാവിൻ്റെ ഇച്ഛാശക്തി നിമിത്തം പ്രകൃതി ഗുണങ്ങൾക്ക് അന്യോന്യ സമ്മേളനവും അതുനിമിത്തം സൃഷ്ടിസ്ഥിതി സംഹാര കാര്യങ്ങളും നടക്കുന്നു. രജസിൻ്റെ ആധിക്യത്തിൽ സൃഷ്ടി, സത്വാധിക്യത്തിൽ രക്ഷ, തമസിൻ്റെ ആധിക്യത്തിൽ സംഹാരം ഇവ നടക്കുന്നു. ഒന്നിനേക്കാൾ മറ്റൊന്നിന് ആധിക്യം വരുവാൻ കാരണമോ ഈശ്വരേച്ഛ തന്നെ. നിമിത്തമാത്രം തത്രാസി നിർഗുണ പുരുഷർഷഭഃ വ്യക്താവ്യക്തമിദം വിശ്വം എത്ര ഭ്രമതിലോഹവത്. പുരുഷോത്തമനാകട്ടെ സർഗാദിയിൽ ഇച്ഛാമാത്രത്താൽ നിമിത്തം മാത്രമായിരിക്കുന്നതേയുള്ളൂ. അതിൽ ആസക്തിയോ പ്രയത്നമോ ഈശ്വരനില്ല. എന്തുകൊണ്ടെന്നാൽ പ്രകൃതി ഗുണബാധയുള്ളവർക്ക് മാത്രമേ ആസക്തിയും പ്രയത്നവുമുള്ളൂ. ഈശ്വരൻ ഗുണാതീതനായതുകൊണ്ട് അത് രണ്ടുമില്ല. ഈശ്വരൻ്റെ ഇച്ഛാശക്തിയാൽ സ്ഥൂല സൂക്ഷ്മാത്മകമായ ഈ ലോകം ഉണ്ടായി നിലനിന്ന് വിലയം പ്രാപിക്കുന്നു. കാന്തത്തിൻ്റെ സാന്നിധ്യ നിമിത്തം ലോഹം ചലിക്കുന്നതുപോലെ. സക്കല്യുതം ഭഗവാൻ കാലശക്ത്യ ഗുണപ്രവാഹേണ വിഭക്തവീര്യഃ കരോത്യകർത്തൈവ നിഹന്ത്യഹന്ത ചേഷ്ടാ വിഭൂംന കലു ദുർവിഭാവ്യ. സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന കാര്യങ്ങൾക്ക് കാരണമായിരിക്കുന്ന രജസ്, സത്വം, തമസ് എന്ന ഗുണങ്ങളുടെ വികാസത്തിന് കാരണമായിരിക്കുന്ന ഈശ്വരൻ്റെ കാലം എന്നുപേരായ ശക്തിയാൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന വീര്യത്തോടു കൂടിയ ആ ഭഗവാൻ
കർത്താവെന്നുള്ള ഭാവം ഭാവിക്കാതെ ലോകത്തെ സൃഷ്ടിക്കുന്നു. പാലകനെന്ന അഭിമാനം കൂടാതെ പാലിക്കുന്നു. ഹന്താവെന്നുള്ള വിചാരം കൂടാതെ ഹനിക്കുകയും ചെയ്യുന്നു. ഐശ്വര്യപരിപൂർണനായ ഭഗവാന്റെ ചേഷ്ടയുടെ സ്വരൂപത്തെ നിർണയിക്കുന്നതിന് ആർക്കും സാധിക്കുന്നതല്ല. സോനന്ദോന്തകരക്കാലോ നാദിരാദികൃതവ്യയഃ ജനം ജനേന ജനയൻ മാരയൻ മൃത്യുനാന്തകം. കാലം എന്നത് ഭഗവാൻ തന്നെ, ഭഗവാനിൽ നിന്ന് അന്യമല്ല. സ്വയം ജന്മരഹിതനും അവിനാശിയും ക്ഷയരഹിതനുമായ ഈശ്വരൻ പിത്രാദി ജനങ്ങളെ കൊണ്ട് പുത്രാദി ജനങ്ങളെ സൃഷ്ടിപ്പിക്കുന്നവനാകയാൽ ആദികർത്താവും, പരന്മാരെ ഹിംസിക്കുന്ന ചോര വ്യാക്രാദികളെ അന്തകനെ കൊണ്ട് മരിപ്പിക്കുന്നവനാകയാൽ സംഹർത്താവും, മാതാപിതാക്കന്മാരെ കൊണ്ട് സന്താനങ്ങളെ പരിപാലിക്കുന്നവനാകയാൽ പാലകനുമാകുന്നു. ഈശ്വരേച്ഛ കൂടാതെ സൃഷ്ട്യാദികളിൽ അന്യന് സ്വാതന്ത്ര്യമില്ലാത്തതിനാൽ മുഖ്യ കർത്തൃത്വം ഈശ്വരനിരിക്കുകയും ചെയ്യുന്നു. ന വൈ സ്വപക്ഷോസ്യ വിഭക്ഷ ഏവ വാ പരസ്യ മൃത്യോർവിശദഃ സമം പ്രജാഃ തം ധാവമാനം അനുധാവന്ത്യനീശ യഥാ രജാംസ്യ നിലം ഭൂതസംഗാഃ. സൃഷ്ട്യാദി കർത്തൃത്വം ഈശ്വരന് തന്നെ എന്ന് വന്നപ്പോൾ സൃഷ്ടിയിൽ കാണപ്പെടുന്ന ഉച്ചനീചാവസ്ഥകൾക്ക് ഈശ്വരൻ കാരണമെന്ന് വരുന്നു. ഒരുവനെ നല്ല സ്ഥിതിയിലും മറ്റൊരുവനെ താണനിലയിലും ആക്കുന്നതുകൊണ്ട് ഈശ്വരന് പക്ഷഭേദമുള്ളവൻ എന്ന് വരുന്നില്ലയോ എന്ന ശങ്കയ്ക്ക് സമാധാനം പറയുകയാണ്. ഈശ്വരന് വിഷമഭാവമില്ല. ഒരുവൻ സ്വകീയനെന്നോ മറ്റൊരുവൻ ശത്രുവെന്നോ വിചാരഭാവവുമില്ല. അതുകൊണ്ട് കാലസ്വരൂപനും സംഹാരകർത്താവുമായ ഈശ്വരൻ എല്ലാ പ്രജകളെയും ഒരുപോലെ ബാധിക്കുന്നു. പ്രാണികളിൽ കാണപ്പെടുന്ന ബലവൈഷമ്യത്തിന് അവരുടെ കർമ്മം തന്നെ കാരണം. സർവനിയന്താവും സർവകർമ്മ ബലദാതാവുമായ ഈശ്വരൻ സകല പ്രാണികൾക്കും അവരുടെ കർമാനുസരണം സുഖദുഃഖ ബലങ്ങളെ നൽകുന്നു. ആ ബലത്തെ അവർ അനുസരിക്കുന്നു. അവർക്ക് സ്വാതന്ത്ര്യമില്ല. കാറ്റിൻ്റെ ശക്തിയെ അനുസരിച്ച് പൊടികൾ പറക്കുന്നത് പോലെ കാറ്റിൽ പറക്കുന്ന പല സാധനങ്ങളിൽ ഘനമേറിയ ഒരു സാധനം അധികം ദൂരെ പോകാതെ അരികത്തു തന്നെ വീഴും. ഘനം കുറഞ്ഞത് ദൂരത്തു പോയി വീഴും. ഇതിനെല്ലാം കാരണം വസ്തുനിഷ്ഠമായ ഘനവും ലാഘവവും തന്നെ. അതുപോലെ പ്രാണിവർഗവും ചിലർ അധികകാലം ജീവിച്ചിരിക്കും, അതവരുടെ കർമ്മശക്തി നിമിത്തം. ചിലർ അല്പകാലം കൊണ്ട് നശിക്കും, അതും അവരുടെ കർമ്മനിമിത്തം. ഇങ്ങനെ എല്ലാവിധ വൈവിധ്യത്തിനും പ്രാണികർമ്മം തന്നെ കാരണം. ഈശ്വരൻ അതാതു കർമ്മങ്ങൾക്കുചിതമായ ബലദാനം ചെയ്യുന്നവനെന്നു മാത്രം. അതിനാൽ ഈശ്വരനിൽ വിഷമഭാവം ഇല്ല. ആയുഷോപജയം ജന്തോസ്തദൈവോപജയം വിഭുഃ ഉപാഭ്യാം രഹിതസോസ്തോ ദുസ്തസ്യ വിദദാത്യസോ. കർമ്മത്തിന് അധീനനായതുകൊണ്ട് സ്വർഗ നരകാദി ലോകങ്ങളിൽ ഗമിക്കുന്ന ജന്തുവിന് ഭഗവാൻ അവൻ്റെ കർമ്മത്തെ അനുസരിച്ചിട്ട് ദേവാദിയോനികളിൽ പ്രാപിക്കുന്നതായാൽ ആയുസ്സിൻ്റെ അഭിവൃദ്ധിയെയും കീടാദിയോനികളിൽ തള്ളിവിടുന്ന പക്ഷം ആയുസ്സിൻ്റെ ക്ഷയത്തെയും നൽകുന്നു. ഈശ്വരനാകട്ടെ സ്വരൂപാനന്ദത്തിൽ തന്നെ ഇരിക്കുന്നതിനാൽ വൃദ്ധിക്ഷയങ്ങൾ കൂടാതെ നിർവികാരനുമായിരിക്കുന്നു. കേചിത് കർമ്മ വദന്ത്യേനം സ്വഭാവമപരേ നൃപ ഏകേകാലം പരേ ദൈവം പുംസകാമമുദാപരേ. ഈശ്വരൻ തന്നെ ബഹുരൂപനായിരിക്കുന്നതിനാൽ ഓരോരുത്തർ നാമരൂപ ഭേദങ്ങളെ ആശ്രയിച്ച് ബഹുവാദം ചെയ്യുന്നു. വസ്തുഭേദമില്ല എന്ന് ഉറപ്പിക്കുന്നു. മീമാംസകന്മാർ ഈശ്വരനെ തന്നെ കർമ്മം എന്ന നാമധേയത്താൽ വ്യവഹരിക്കുന്നു. നിരീശ്വരവാദികൾ സ്വഭാവമെന്ന് പറയുന്നു. ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഗ്രഹാദി ദേവതകളായിട്ട് പറയുന്നു. വാത്സല്യായനം മുതലായവർ പുരുഷൻ്റെ കാമം കാരണമെന്ന് പറയുന്നു. ഇവർ പറയുന്ന നാമരൂപങ്ങളെല്ലാം ഭേദിച്ചിരിക്കുന്നതല്ലാതെ ജഡങ്ങളായ ഇവയ്ക്കൊന്നിനും സ്വതേ കർത്തൃത്വം ഇരിക്കുകയില്ല. പ്രത്യേകം ഓരോന്നിനെ ഹേതുവായി പറയുന്നത് അവരുടെ മതം എന്ന് മാത്രമേ പറഞ്ഞുകൂടൂ. ഹേ രാജൻ, സർവശക്തനായ ഈശ്വരൻ്റെ സാന്നിധ്യം കൂടാതെ ഒന്നും തന്നെ ചലിക്കുക പോലുമില്ലെന്ന് അങ്ങയ്ക്കറിയാമല്ലോ. അവ്യക്തസ്യ പ്രമേയസ്യ നാനാശക്ത്യുദയസ്യ ജ ന വൈചികീർഷിതം താദാ കോ വേദാന്ത സ്വസംഭവം. ഹേ ബാല, ഭഗവാന്റെ ഇഷ്ടം എന്താണെന്നറിയുവാൻ കഴിയുന്നതല്ല. പൂർണ്ണാനന്ദതൃപ്തന് നാനാസ്വരൂപ സ്വീകാര്യത്താൽ പ്രയോജനം എന്താണെന്ന് പറയുവാൻ ആർക്കും സാധിക്കുകയില്ല. എല്ലാവരുടെയും ഉത്ഭവത്തിന് പരമകാരണമായിരിക്കുന്ന പുരാണ പുരുഷനെ അനന്തരജാതന്മാരിൽ ആരെങ്ങനെ ശരിയായി അറിയും? അതിനാൽ നിത്യാനന്ദ സ്വരൂപൻ്റെ നാനാരൂപധാരണ ഹേതുവിനെ ക്ലിപ്തപ്പെടുത്തി പറയുവാൻ അറിഞ്ഞുകൂടാ.
അറിവ് യഥാർത്ഥ ബുദ്ധിയെ ആശ്രയിച്ചാണല്ലോ ഇരിക്കുന്നത്. ഭഗവാൻ ബുദ്ധിക്ക് വിഷയമല്ലാത്തതിനാൽ അപ്രമേയനെന്ന് പറയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ബുദ്ധിക്ക് വിഷയമാകാത്തതെന്നാൽ വ്യക്തമായിരിക്കുന്നതേ ബുദ്ധിക്ക് വിഷയമാകുകയുള്ളൂ. ഭഗവാൻ അവ്യക്തനാകുന്നു, അതുകൊണ്ട് ബുദ്ധ്യതീതൻ. എന്നാൽ ഉണ്ടെന്നു തന്നെ നിശ്ചയിക്കുന്നത് എങ്ങനെയെന്നാൽ നാനാശക്തികളുടെയും വാസ്തവമായ ഉൽപ്പത്തിസ്ഥാനം ഭഗവാനാകുന്നു. കാര്യത്താൽ കാരണത്തെ അനുമാനം കൊണ്ടറിയണം. ജഡങ്ങൾ വ്യാപരിച്ചു കാണുമ്പോൾ വ്യാപരിപ്പിക്കുന്ന ചിദ്രൂപൻ ഒരുവനുണ്ടെന്നറിയുവാൻ ആർക്കും സാധിക്കും. നചൈതേ പുത്രഗഭ്രാതുർഹന്താരോ ധനദാനുഗാഹ വിസർഗദാനയോസ്താദ പുംസോ ദൈവം ഹി കാരണം. ഹേ പുത്ര, നിന്റെ ഭ്രാതാവായ ഉത്തമനെ സംഹരിച്ചവർ കുബേര സഹചരന്മാരായ ഇവരാണെന്ന് നീ ധരിക്കണ്ട. ഒരുവൻ്റെ ജനന മരണങ്ങളുടെ പ്രധാന കാരണം ദൈവമാകുന്നുവെന്ന് ധരിച്ചുകൊള്ളുക. സയേവ വിശ്വം സൃജതി സയേവാവതി ഹന്തിജ അദാഭിഹ്യനഹങ്കാരാജ്യതേ ഗുണകർമ്മഭിഹി. സർവേശ്വരനായ ഭഗവാൻ തന്നെയാകുന്നു ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നത്. എങ്കിലും ഞാൻ കർത്താവാകുന്നു, ഭോക്താവാകുന്നു എന്നുള്ള അഭിമാനത്തിന് കാരണമായ അഹങ്കാരമില്ലാത്തതിനാൽ കർമ്മത്തിനു കാരണമായ രജസ് മുതലായ ഗുണങ്ങളോ കർമ്മസ്വരൂപങ്ങളായ പുണ്യപാപങ്ങളോ തൽഫലങ്ങളായ സുഖദുഃഖങ്ങളോ ഭഗവാനെ ബന്ധിക്കുന്നില്ല. ഏഷ ഭൂതാനി ഭൂതാത്മാ ഭൂതേശോ ഭൂതഭാവനഃ സ്വശക്തിയമായയാ യുക്തഃ സൃജത്യത്തി ചത്പാതി ച. സർവാത്മാവും സർവനിയന്താവും സർവപാലകനുമായ ഈശ്വരൻ സ്വശക്തിയായ മായയോട് യോജിച്ചിട്ട് ഭൂതങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. ഭേദദർശനം ഭഗവാനില്ല, അതിനാൽ അഹംഭാവവുമില്ല. തമേവ മൃത്യുമമൃതം താതദൈവം സർവാത്മനോപേഹി ജഗത്പരായണം യസ്മൈ ബലിം വിശ്വസൃജോ ഹരന്തി ഗാവോ യഥാ വൈ നസിദാമയന്ത്രിതാഹ. ഹേ വത്സ, നീയും ആ ഭഗവാനെ തന്നെ സർവാത്മന ശരണം പ്രാപിച്ചുകൊള്ളുക. എന്നാൽ മാത്രമേ അഹന്ത മമതാരൂപമായ സംസാരത്തിൽ നിന്ന് നിവൃത്തി സിദ്ധിക്കുകയുള്ളൂ. അഹങ്കാരത്തോടുകൂടെ പ്രവർത്തിക്കുന്ന അഭക്തന്മാരെ ജന്മമരണാദികളിൽ തള്ളിവിടുന്നതും സർവാത്മന ഭജിക്കുന്നവർക്ക് മോക്ഷത്തെ കൊടുക്കുന്നതും എല്ലാ പേർക്കും പരമാശ്രയമായിരിക്കുന്നതും ആ ജഗദീശ്വരനാകുന്നു. എങ്ങനെയാണ് ശരണം പ്രാപിക്കേണ്ടത് എന്ന് വിവരിക്കുകയാണ്. ലോകസൃഷ്ടിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ബ്രഹ്മാവ് തുടങ്ങിയ സർവരും മൂക്കുതുളച്ചു കയറിട്ടു കയ്യിൽ പിടിച്ചിരിക്കുന്ന യജമാനു വേണ്ടി പ്രവൃത്തിയെടുക്കുന്ന കാളകളെന്ന പോലെ അവരവർ ചെയ്യുന്ന പ്രവൃത്തിയെ ഭഗവത് പ്രസാദ പ്രാപ്തിക്കായി കൊണ്ട് സമർപ്പിക്കുന്നു. അതുപോലെ നീയും ഭഗവത് പ്രേരിതനായിട്ട് ചെയ്യുന്ന സകല വ്യാപാരങ്ങളെയും ഭഗവത് പ്രസാദ ലാഭത്തിനായിട്ട് സമർപ്പിച്ചു കൊള്ളുക. എന്നാൽ പുണ്യപാപരൂപ കർമ്മങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മുക്തനാവാൻ സാധിക്കും. യപ്പഞ്ചവർഷീം ജനനീം ത്വം വിഹായ മാതുസപത്ന്യ വജസാ ഭിന്നമർമ്മ വനംഗതസ്തപസാ പ്രത്യഗക്ഷാമാരാധ്യലേഭേ മൂർധനി പദം ത്രിലോക്യാഹ. 5 വയസ്സു മാത്രം പ്രായമുണ്ടായിരുന്ന നീ അമ്മയുടെ സപത്നിയായ സുരുചിയുടെ വാക്കിനാൽ ഹൃദയത്തിൽ മുറിവ് തട്ടിയ സമയം അമ്മയെ ഗൃഹത്തിൽ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് വനത്തിൽ ഗമിക്കുകയും സർവേന്ദ്രിയങ്ങളെയും അവയുടെ വ്യാപാരത്തിൽ പ്രവർത്തിപ്പിക്കുന്ന സർവാന്തര്യാമിയെ തപസ്സുകൊണ്ട് ആരാധിച്ച് പ്രത്യക്ഷനാക്കിയിട്ട് ത്രിലോകങ്ങളുടെയും ഉപരിഷ്ടമായിരിക്കുന്ന സ്ഥാനത്തെ പ്രാപിക്കുകയും ചെയ്തുവല്ലോ. തമേന മംഗാത്മനി മുക്തവിഗ്രഹേ വ്യാപാശ്രിതം നിർഗുണമേകമക്ഷരം ആത്മാനമന്യുച്ച വിമുക്തമാത്മദൃഗ്സ്മിന്നിതം ഭേദം അസത്പ്രതീയതേ. ശരീരത്തിൽ നിന്നു ഭിന്നമായിരിക്കുന്ന ആത്മാവിൽ അവസ്ഥിതി ചെയ്യുന്ന ആ ഈശ്വരനെ തന്നെ അന്വേഷിച്ചറിഞ്ഞുകൊള്ളുക. പരമാത്മാവ് തന്നെ പരമാർത്ഥ വസ്തു എന്നുള്ള ഉറപ്പോടുകൂടെ ദൃശ്യമായിരിക്കുന്ന സർവത്തിലും അദൃശ്യനായിരിക്കുന്ന പരമാത്മാവിനെ സൂക്ഷ്മദർശന സമർത്ഥയായിരിക്കുന്ന ബുദ്ധി കൊണ്ട് കാണുക. ഈശ്വരൻ സ്ഥൂലദൃഷ്ടിക്ക് വിഷയമല്ല. എന്തുകൊണ്ടെന്നാൽ പ്രകൃത ഗുണങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന നിർഗുണനും ഒരുവിധമായ ഭേദവും നാശവും ഇല്ലാതിരിക്കുന്നവനുമാകുന്നു. അസത്തായിരിക്കുന്ന ഈ നാനാത്വം സർവാധിഷ്ഠാനമായിരിക്കുന്ന അവനെ അറിയാത്തതുകൊണ്ട് ഉള്ളതുപോലെ തോന്നുന്നതാകുന്നു. ത്വം പ്രത്യഗാത്മനി തഥാ ഭഗവത്യനന്ത ആനന്ദമാത്ര ഉപപന്ന സമസ്തശക്തോ ഭക്തിം വിദായ പരമാം ശനകൈരവിദ്യാഗ്രന്ഥിം വിബേൽ സസിമമാഹമിതി പ്രരൂഢം. ലോകത്തിൽ കാണപ്പെടുന്ന സകല ഐശ്വര്യത്തിൻ്റെ മൂലസ്വരൂപം ഭഗവാനാകുന്നു.
ദേശകാലാദി നിമിത്തമുള്ള പരിച്ഛേദം ഭഗവാനിൽ ഇരിക്കുന്നില്ല. എല്ലാവരിലും അനുഭവരൂപേണ വിളങ്ങുന്ന ആനന്ദത്തിൻ്റെ സമഷ്ടി സ്വരൂപൻ ഭഗവാനാകുന്നു. അവിദ്യാശക്തിയും വിദ്യാശക്തിയും അന്യോന്യ വിരോധം കൂടാതെ ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്രകാരമിരിക്കുന്ന പരമാത്മാവിൽ പരമോത്കൃഷ്ടമായിരിക്കുന്ന പ്രേമത്തെ എപ്പോഴും ഉറപ്പിക്കുക. അപ്പോൾ ബഹുജന്മങ്ങളുടെ ആവർത്തനത്താൽ ബലമായി ഉറച്ചിരിക്കുന്ന എൻ്റേതെന്നും ഞാനെന്നുമുള്ള അഭിമാനരൂപമായ അവിദ്യാബന്ധത്തിൽ നിന്ന് ക്രമത്തിൽ മുക്തനാകും. അനർത്ഥ നിവൃത്തിക്കും ആനന്ദപ്രാപ്തിക്കും ഭഗവത് ഭക്തി തന്നെ അപായരഹിതമായ ഉപായം എന്നുപദേശിച്ചു. സംയച്ഛരോഷം ഭദ്രം തേ പ്രദീപം ശ്രേയസാം പരം ശ്രുതേന ഭൂയസാ രാജൻ നഗതേന യഥാമയം. ധർമാർത്ഥ കാമമോക്ഷങ്ങളായ സകലവിധ ശ്രേയസ്സുകളുടെയും പരമവിരോധിയായിരിക്കുന്ന ഈ ക്രോധത്തെ ശാസ്ത്രാഭ്യാസം നിമിത്തം സിദ്ധിച്ചിരിക്കുന്ന അറിവിനെ ആശ്രയിച്ചിട്ട് ഔഷധസേവ കൊണ്ട് രോഗത്തെ എന്ന പോലെ അകറ്റുക. ഹേ രാജൻ, എന്നാൽ അങ്ങേക്ക് മംഗളം ഭവിക്കും. യേനോപസൃഷ്ടാത് പുരുഷാത് ലോക ഉദ്ദിജ്യതേ വൃശം ന ബുധസ്ഥൗദ്വശം ഗച്ഛേത് ഇച്ഛന്ന ഭയമാത്മനഃ. യാതൊരു രോഷത്താൽ വ്യാപ്തനായ പുരുഷനിൽ നിന്ന് സകല പ്രാണിവർഗവും ഏറ്റവും ഭയപ്പെടുന്നുവോ, തനിക്ക് ഭയം നേരിടാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അറിവുള്ള പുരുഷൻ ആ രോഷത്തിന് അധീനനായി ഭവിക്കരുത്. സർവ്വലോകപാലകനായ ഭഗവാൻ ക്രോധിക്കും. അപ്പോൾ അവനും ഭഗവത് ക്രോധം നിമിത്തം ഭയം ജനിക്കും. അതിനാൽ ആത്മാഭയത്തെ ആഗ്രഹിക്കുന്നവൻ അന്യരിൽ ഭയത്തെ ജനിപ്പിക്കുന്ന ക്രോധത്തെ അംഗീകരിക്കാതിരിക്കണം. ഹേളനം ഗിരിശഭ്രാതുർധനദസ്യ ത്വയാ കൃതം യജ്ജഗ്നിവാൻ പുണ്യജനാൻ ഭ്രാതൃജ്ഞാനാനിത്യമർഷിതഃ. നിന്റെ സഹോദരനെ വധിച്ചവരാണെന്ന വിചാരനിമിത്തമുണ്ടായ അക്ഷമയാൽ പുണ്യജനങ്ങളെ നീ സംഹരിച്ചു. അവർ കുബേരൻ്റെ അനുചരന്മാരായതുകൊണ്ട് ഈ പ്രവൃത്തി കുബേരനെ അവമാനിച്ചതായിട്ട് കലാശിച്ചു. കുബേരനോ സാമാന്യനല്ല, സാക്ഷാൽ ശ്രീ ശിവൻ ഭ്രാതാവിനെ എന്ന പോലെ കുബേരനെ സ്നേഹിച്ചും വരുന്നുണ്ട്. തം പ്രസാദയ വത്സാശു സന്നത്യ പ്രശ്രയോക്തിഭിഃ നയാവന്മഹതാം തേജഃ കുലം നോബി ഭവിഷ്യതി. അതിനാൽ നിന്റെ പേരിൽ കുബേരനും തത്പക്ഷപാതിയായ ശ്രീ ശിവനും കോപിക്കും. അവരുടെ കോപാഗ്നി നമ്മളുടെ കുലത്തെ തന്നെ നശിപ്പിക്കും. അതിനു മുമ്പ് തന്നെ നീ കുബേരനെ നമസ്കരിച്ചും വിനയപൂർവ്വം സ്തുതിച്ചും പ്രസാദിപ്പിക്കുക. ഏവം സ്വയംഭുവ പൗത്രം മനുശാസ്യ അനുർധ്രുവം തേനാഭിവന്ദിതസാഗം ഋഷിഭിസ്വപുരം യയോ. ഇപ്രകാരം സ്വയംഭുവ മനു പൗത്രനായ ധ്രുവനോട് ഉപദേശിച്ചപ്പോൾ അവൻ മനുവിനെ നമസ്കരിച്ചു. ഉടനെ ഋഷികളോടുകൂടെ മനു രാജധാനിയെ പ്രാപിച്ചു. 11-ാമത്തെ അധ്യായം സമാപിച്ചു. 12-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.